ഈ ബർത്ത്ഡേ ഈ ബർത്ത്ഡേ വീഡിയോ മലയാളത്തിൽ ഇടാൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ഇടുന്നു. എനിക്ക് മലയാളം സംസാരിക്കാൻ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ ഫേസിലിട്ട് റെഡിയാക്കി വെക്കണം. ഇത് നമ്മളോட സ്കിന്നിനെ ഒരു പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ഇടണം. ഫസ്റ്റ് ക്ലെൻസർ ഇടണം. അതിനെ കണ്ണിലിടേണ്ട ആവശ്യമില്ല. അടുത്ത് ടോണർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ ഇടണം. ഓരോന്നും ഇടുമ്പോൾ സ്കിന്നിലെ സെറ്റ് ആയതിനു ശേഷമാണ് അടുത്തുള്ള പ്രോഡക്റ്റിനെ ഇടണം, അപ്ലൈ ചെയ്യണം. ഓരോന്നിനും ഇടുന്നതിന് ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം സ്കിന്നിക്ക് ഒരു ബേസ് ഇട്ട് ഈവൻ ടോൺ ആക്കണം. ഫേസിനെ ഈവൻ ടോൺ ആക്കിക്കൊണ്ടിരിക്കൂ. ഇപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്നു. ആ കുട്ടിയുടെ കളറിനെ അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ഇടുന്നു. വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റായിട്ട് തോന്നുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല. ഫൗണ്ടേഷൻ ഇട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തു. ലൂസ് പൗഡർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അടുത്ത് കൺസീലർ ഇടണം. പൗഡർ ഇട്ട് സെറ്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് കൺസീലർ ഇടുന്നു. ആ കൺസീലറെ നമ്മൾ കണ്ണിനെ ബേസ് ആയിട്ട് ഇടുകയാണ്. കണ്ണിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബേസ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് ഇടാം. ഇത് സാധാരണ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇടുകയാണ്. എപ്പോഴും ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫേസ് മേക്കപ്പും ഞാൻ ചെയ്യും. ഇത് സാധാരണ മേക്കപ്പ് ആയതുകൊണ്ട് ഫേസ് മേക്കപ്പ് ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് ചെയ്യൂ. അതിനെക്കുറിച്ചുള്ള വീഡിയോനെ ഐ ബട്ടിൽ ഇടുന്നു, അതിൽ പോയി നോക്കണം. അടുത്ത് നമ്മൾ കോണ്ടൂർ ഇടാം. ഇത് ബർത്ത്ഡേ മേക്കപ്പ് ആയതുകൊണ്ട് ലൈറ്റായിട്ടാണ് മേക്കപ്പ് ഇടുന്നു. ബർത്ത്ഡേ മേക്കപ്പ് ആയതുകൊണ്ട് ഇത്രയ്ക്ക് നമുക്ക് മതി. ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണ്ണിലേക്ക് താഴെ നമുക്ക് കുറച്ചുകൂടെ കൺസീലർ ഇടാന്ന് തോന്നി, ഇട്ട് നന്നായിട്ട് ഇരിക്കുന്നു നമുക്ക് തോന്നി. അതുകൊണ്ട് ഇത് കൺസീലർ നമുക്ക് കുറച്ചുകൂടെ ഇട്ടു. ഇപ്പൊ നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ടു. ഇവര് കൊച്ചു കുട്ടി ആയതുകൊണ്ട് ത്രെഡിങ് ചെയ്തില്ല, അതുകൊണ്ട് ഫേസ് ഡല്ലായിട്ട് നമുക്ക് തോന്നും. ത്രെഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണുന്നു. എപ്പോഴും നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്തിൽ ഫേസ് റിമൂവിംഗ് ആണ് മുഖ്യം.
ഇത് ഓർമ്മയിൽ വെച്ചുക്കണം. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഇപ്പൊ ഇവരുടെ ഡ്രസ്സിന്റെ കളറിന് അനുസരിച്ചുള്ള ഐ ഷാഡോവാണ് നമ്മൾ കളർ ഇടുകയാണ്. ഐ മേക്കപ്പിലെ നമുക്ക് ഐ ഷാഡോവിനെ ഇട്ട് ബ്ലെൻഡിങ് ആണ് നമുക്ക് അത്രയ്ക്ക് പ്രധാനം. ഐ ഷാഡോ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഐലൈനർ ഇടാം. ഇട്ടു. ഇപ്പൊ നമുക്ക് കണ്ണിനെ താളിലെ നമുക്കൊരു ഐബ്രോ പൗഡറിനെ വെച്ച് നമുക്ക് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യൂ. ഇത് ലൈറ്റ് മേക്കപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ബ്ലഷ് ചെയ്തു. ഐലാഷ് ഒട്ടി അതിനെ വീഡിയോ എടുത്തില്ല. ഹൈലൈറ്റ് ഇടുന്നു. ഇപ്പൊ ലിപ്സ്റ്റിക് ഇടുന്നു. നമുക്ക് ഫേസിലുള്ള മേക്കപ്പ് അത്രയും കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈല് നോക്കാം. അത്രയ്ക്ക് മലയാളം വന്നില്ല, ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലും തീർന്നു. ഇപ്പോൾ ഇവര് സുന്ദരി കുട്ടിയായി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.